ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാർ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ നാട് ഇരട്ടപ്പടിയിലാണ്. ഇരട്ടപ്പടിയിലെ പാടത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എങ്ങനെ കുക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണ് സോളാർ വെച്ചിട്ട്, അതായത് സോളാർ എനർജി, സൂര്യൻ്റെ പ്രകാശം വെച്ചിട്ട് കുക്കിംഗ്. അതിനൊരു വെറൈറ്റി മെത്തേഡാണ് നമ്മളിത് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താരാണ് സോളാർ വാട്ടർ ഹീറ്ററിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ട്യൂബാണിത്. അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് ബ്ലാക്ക് കളർ കോട്ടിങ് വരുന്നുണ്ട്, അതായത് കോപ്പർ മിക്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വാക്വം സ്പേസ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഈ ഒരു ട്യൂബ് വെച്ചിട്ട്, അതായത് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഹോള് കാണാൻ പറ്റും. ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫുഡ്, ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പണികൾ തുടങ്ങാമല്ലേ നമ്മൾ. അപ്പോൾ മച്ചന്മാർ ഇനി നമ്മളുടെ ഈ ഒരു സോളാർ ട്യൂബ് വെക്കാനുള്ള സ്റ്റാൻഡാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ട്, ചെമ്മീൻ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. എന്താ ചെറുനാരങ്ങയൊക്കെ എടുത്ത് വെട്ടി മൂത്ത് വെക്കണത് ഡ്രൈ സ്കിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനിപ്പോ എന്താണ് നിന്റെ മൂത്തൊന്നും വലിയ കുഴപ്പമില്ല. പാവമില്ല, ഇത് വെയിലത്താ. എടാ ഇതൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ എടുക്കാച്ചൊരു ഐഡിയ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, നമ്മുടെ മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് കിറ്റ് ആണിത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മുടെ മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് സ്ക്രബും അതുപോലെ തന്നെ ഹൽദി ഫോം ഫേസ് വാഷ് ആണ് ഈ സംഭവം പറഞ്ഞത്. സ്ക്രബാ ഇതാണ് മച്ചാമാരെ മുസ്താക്കിന്റെ മെൻ സ്ക്രബ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് നമ്മളുടെ ഹൽദി അതുപോലെ തന്നെ അലോവേര ബീഡ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു സ്കിന്നില്ലേ, അവിടെ ഒരു എക്സ്ഫോയിലേഷൻ ഒക്കെ നടക്കാനായിട്ട് നമ്മൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. എക്സ്ഫോയിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു സ്കിന്നില്ലേ, മുകളിലത്തെ സ്കിന്ന് ഡെഡ് ആവുകയല്ല ചെയ്യുന്നത്, കൂടുതലും ഡള്ളായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ആ ഒരു ലെയറിനെ റിമൂവ് ചെയ്ത് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഫേസിനെ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് സ്ക്രബ് എടുത്ത് നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഫോർഹെഡ്, നോസ്, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഈ നമ്മളുടെ ഓപ്പൺ പോഴ്സും അതുപോലെ തന്നെ സ്കേർട്സ് ആൻഡ് ഫൈൻ ലൈൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 5 to 7 മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടെർമറിക് എൻറിച്ച്ഡ് ഫോം ഫേസ് വാഷ് വെച്ച് നമ്മുടെ ഫേസ് നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ റിയൽ ഹെൽത്തി എക്സ്ട്രാക്റ്റ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഡീപ്ലി നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യും. ഇത് നമ്മൾ വീക്ക്ലി 1 യൂസ് ചെയ്ത ഡിഫറൻസ് അറിയാം. അപ്പൊ മച്ചാമാരെ സംഭവം എങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ. ഇത് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മച്ചാമാരെ ഫേസിനൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും എന്താ പറയുക റെക്കമെൻഡബിൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മളുടെ പണികളിലേക്ക് നമുക്ക് കടക്കാം മച്ചാമാരെ. സ്റ്റാൻഡ് മേക്കിംഗ്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ പണി തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ചെറിയ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളൊരു സ്റ്റാൻഡ് അടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇനിയും പണി വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഇതിൻ്റെ സൂത്രങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതേ നമ്മളുടെ കമ്പിയൊക്കെ അടിച്ച് നേരെയാക്കി നമ്മളുടെ വെൽഡിങ് പണികൾ പിന്നെയും തുടങ്ങുകയാണ്. അപ്പോൾ ഇനി അധികം പണികൾ വരുന്നില്ല. നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡിന് ചെറിയൊരു സപ്പോർട്ട് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് അപ്പുറത്തും ഇപ്പുറത്തും നമ്മളുടെ ഒരു ഷീറ്റ് നമ്മൾ കർവ് ചെയ്ത് വെക്കുമ്പോൾ അതിനൊന്ന് താങ്ങി നിർത്താനായിട്ടുള്ളൊരു കമ്പിയാണ് ഇപ്പോൾ നമ്മളിത് ഈ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനത്തെ നമ്മളുടെ കമ്പി അടിക്കലൊക്കെ കഴിഞ്ഞ് അതിനുശേഷം തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ മച്ചാമാരെ നമ്മളുടെ സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് കണ്ടെങ്കിൽ കർവായിട്ടൊരു പാരാബോളിക് ട്രഫ് ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സംഭവത്തിൻ്റെ പേര് പാരാബോളിക് ട്രഫ് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ 2 സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു കർവ് ഷേപ്പിൽ ഒരു പാരാബോളിക് ട്രഫിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കാൻ പോവാണ്, അതും സൺ പാക്ക് വെച്ചിട്ട്. അങ്ങനെ മച്ചാമാരെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷീറ്റ് നമ്മൾ ഇവിടേക്ക് പെർഫെക്റ്റ് ആയിട്ട് കയറുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെച്ച് കൊടുത്തപ്പോൾ അതേ അളവൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഷീറ്റൊക്കെ നല്ല രസമായിട്ട് ഇവിടെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷീറ്റിന് നമുക്കിനി ചെയ്യാനുള്ളത് എന്താണെന്ന് അറിയോ? ഇതിന് മുകളിൽ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിൽവർ കളർ റിഫ്ലക്ടർ ഷീറ്റാണ്. ഈ ഷീറ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് സർഫസിലേക്ക് ഒട്ടിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പാരബോളിക് ട്രഫ് ആക്കി ഇതിനെ മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പണിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതെടുത്തിട്ട് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഷീറ്റിൽ ഒരു റൗണ്ട് പശ എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒഴിച്ച പശ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല രസമായിട്ട് ഒട്ടി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പശ മൊത്തം ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് ഇനി നമ്മളുടെ പശയിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ.
അങ്ങനത്തെ നമ്മുടെ റിഫ്ലക്ഷൻ ഷീറ്റ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ചെറപറാന്നിങ്ങനെ പശ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓരോ ഷീറ്റുകളായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് കണ്ണാടി പീസുകളും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും എളുപ്പം നമുക്ക് ഈ ഒരു ഷീറ്റ് തന്നെയാണ്. അങ്ങനത്തെ നമ്മൾ ഒട്ടിച്ചെടുത്ത നമ്മളുടെ ഈ ഒരു ഷീറ്റ് നമ്മൾ ഇനി ഫിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്ര രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. നല്ല പെർഫെക്ഷൻ ആയിരിക്കും ഇത് കാണാനായിട്ട്. ഇനി നമ്മുടെ ഷീറ്റ് നമ്മളിത് ഇവിടേക്ക് ഒട്ടിച്ച് വെക്കാൻ പോവാണ്. നമ്മുടെ ഫ്ലക്സ് ക്യൂക്ക് പശ വെച്ചായിട്ട് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഡോട്ടിട്ട് ഒട്ടിച്ച് പോവാണ്. ഈ പശ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളൂ കേട്ടോ. നമ്മുടെ താഴത്ത് വെച്ചിരിക്കുന്ന കമ്പിമേയും കൂട്ടി ഒട്ടിക്കാട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പാരാബോളിക് ട്രഫിനൊരു എക്സ്ട്രാ ബലം കിട്ടും. അത് ചെളുങ്ങാണ്ടും പിളുങ്ങാണ്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ നമ്മളിത് അതുമ്മേക്കും പശ വെച്ച് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ മച്ചാന്മാരെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ സ്റ്റാൻഡ് ഇനി നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മളുടെ ബാക്കി വരുന്ന നമ്മുടെ സോളാർ ട്യൂബ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ റിഫ്ലക്ടറൊക്കെ വെച്ചേക്കാണ്. നല്ല രീതിക്ക് ചൂട് വരും അവിടേക്ക്. അപ്പോൾ ഇനി അതിൻ്റെ ഫോക്കൽ പോയിന്റിലേക്ക്, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു സാധനത്തിന് നടുക്കായിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളൂ മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ സൂര്യൻ ഉച്ചസ്ഥായിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊന്നും പിടിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴും ചൂടുണ്ട് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിതേ നമ്മളുടെ ഈ ഒരു ട്യൂബ് നമ്മളിതേ ഈ ഒരു സ്റ്റാൻഡുമേക്ക് കണ്ട ഈ കാണുന്ന സ്റ്റാൻഡുമേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ട്യൂബ് നമുക്കിതേ ജസ്റ്റ് ഒന്ന് ഇവിടെ കെട്ടി കൊടുക്കാം കേട്ടോ. നമ്മളുടെ ആ ഒരു കൈമേക്ക് ചെറുതായിട്ട് ചൂടൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെക്കുന്ന സമയത്ത് ഊരി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിത് കെട്ടി റെഡിയാക്കി വെക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ട്യൂബിൻ്റെ ഇവിടെയൊക്കെ തൊട്ടാലും വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം ഔട്ടർ ലെയർ അങ്ങനെ വലിയ ചൂടുണ്ടാവില്ല, ഉള്ളിലായിരിക്കും ചൂട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൈ തൊട്ടെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ട്യൂബ് ഇതിൻ്റെ മുകളിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ പാത്രം ഉണ്ടാക്കണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമ്മളൊരു പൈപ്പ് ഇങ്ങനെ നമ്മുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് നമുക്ക് വേണ്ട നീളനൊരു പാത്രമാക്കാനായിട്ട് നെടുകെ നമ്മൾ പൊളിച്ചൊരു പാത്രത്തിൻ്റെ ഷേപ്പാക്കാൻ പോവാട്ടോ. അപ്പോൾ രണ്ടറ്റവും നമ്മളിത് വിടിയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചെറിയൊരു പീസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ മച്ചാന്മാരെ നമ്മളുടെ ട്യൂബിനെ നമ്മളിതേ നടുവെച്ച് പൊളിച്ച് ഒരു പീസ് എടുത്ത് മാറ്റിയാണ്. ഈ പീസാണ് നമ്മൾ പാത്രമായിട്ട് എടുക്കാനായിട്ട് പോകുന്നത് ഇതിലെ. ഓക്കെ, ഇനി നമ്മളിത് അടുത്ത സൂത്രപ്പണി, നമുക്കൊരു ഹാൻഡിൽ വേണം പാത്രത്തിന്. അതാണ് നമ്മളിത് വെൽഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ പിടി നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ സംഭവമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാത്രമാണിത്, നീളത്തിലുള്ള പാത്രം. അത് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറുന്നുണ്ടോ അതുപോലെ തന്നെ സെറ്റാണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ പതിയെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വെക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ലാണ്ട് ഉള്ളിലേക്ക് കയറി ലോക്ക് ആവുന്നുണ്ട്. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്ന പാത്രം. കണ്ട ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇനി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോഴേക്ക് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് റെഡിയാക്കാം ഇനി. അപ്പോൾ മച്ചാന്മാരെ നമ്മളിന്ന് ചിക്കൻ അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനും അതുപോലെ തന്നെ ചീസ് പച്ചക്കറിയൊക്കെ വെച്ചാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ. നമ്മൾ ഇറച്ചിയും ചെമ്മീനും മാത്രമല്ല നമ്മൾ പച്ചക്കറി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചെമ്മീനാണ് കിള്ളി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ചെമ്മീനാണ് ഇത്. നമ്മളിത് കിള്ളി എടുക്കാൻ കേട്ടോ. നമ്മൾ പലതരം സാധനങ്ങളാണ് അതിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി തോടൊക്കെ കളഞ്ഞെടുക്കാൻ പോവാണ്. അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പനീർ, ചിക്കൻ, ചെമ്മീൻ അതുപോലെ തന്നെ നമ്മുടെ വെജീസ്, ക്യാപ്സിക്കം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചൊന്ന് മസാല ചേർത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മുളക് പൊടി എടുത്ത് നമ്മുടെ ചിക്കനിൽ അതുപോലെ തന്നെ പനീറിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചെമ്മീനിലും കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലേവറിന് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും നമ്മളിതേ കണ്ട അടിപൊളി. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളൊരു ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ തുമ്പ് ചെത്തി കളഞ്ഞ് നേരെ നമ്മളുടെ സാധനങ്ങളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിട്ട മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കട്ടെ നമ്മളുടെ ഇറച്ചിമ പിടിക്കാൻ പാകത്തിന്. ഇനി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളിതേ കമ്പയിൽ കോർത്തെടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ ചെമ്മീനിലേക്ക് നമ്മളിത് കുത്തി അങ്ങോട്ട് കോർത്തെടുക്കുകയാണ്. നമ്മുടെ ചെമ്മീനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് ഒരു ചെമ്മീനെ നമുക്കൊരു സ്റ്റിക്കിൽ കയറ്റാനായിട്ട് പറ്റുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതേ നമ്മളുടെ ചെമ്മീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മളുടെ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ പനീറും ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് സ്റ്റിക്കുമ്പോൾ കോർത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് നല്ല ഭംഗിയിലായിട്ട്. അങ്ങനെ മച്ചാന്മാരെ ഇതേ നോക്കിയാൽ നമ്മളുടെ ചെമ്മീൻ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഏതൊരു പാത്രത്തിലേക്ക് പകർത്താണ്. ഇതാണ് നമ്മളുടെ ചെമ്മീൻ. നമ്മൾ ചീസും ചെറിയൊരു പീസ് ക്യാപ്സിക്കും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഐറ്റം വരുന്നുണ്ട്. ഇതേ കണ്ട നമ്മളുടെ സ്റ്റിക്കുമേ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ പനീറും നമ്മളുടെ ബാക്കി ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല കിടുക്കാച്ചി ഐറ്റമാണ് ഇതേ ഈ കാണുന്നത്. ഇതും കൂടി വരുന്നുണ്ട് നമ്മളുടെ ഇന്നത്തെ കുക്കിങ്ങിൽ. അപ്പോൾ ഇതേ നോക്കിയാൽ ഇത്രയും സാധനം ഉണ്ട് കേട്ടോ. അത് കണ്ട, ഇത് മൊത്തം നമുക്ക് ഇന്ന് സോളാർ എനർജി വെച്ച് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പണിയിലേക്ക് കടന്നാലോ മച്ചാന്മാരെ. അപ്പോൾ ഇനി നമ്മളുടെ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് നമ്മുടെ ചെമ്മീനാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൂട്ടിന് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് അതേ നമ്മളുടെ ചിക്കനും സെറ്റപ്പൊക്കെ വരുന്നതാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കണ്ട എത്രയാണ് ഇതിൽ കൊള്ളുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിതേ 2 എണ്ണം വെച്ചു. പിന്നെയും നമ്മളിതേ ഒരു ചെമ്മീൻ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൂട്ടൻ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക. ആഹാ, അടിപൊളി. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ ചിക്കൻ സെറ്റപ്പാണ്. അതും ദേ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം വെക്കാം അല്ലേ. നമ്മുടെ സൂര്യൻ്റെ ചൂടേറ്റതേ നല്ലോണം വെന്ത് കിട്ടാനുള്ള ഐറ്റംസ് ആയിട്ട് അതിൽ കിടക്കണത്. അപ്പോൾ ഇതേ നമ്മുടെ ബട്ടർ നമ്മൾ ഇളം വെയിലത്ത് വെച്ച് ഒന്ന് ഉരുക്കി എടുത്തേക്കാട്ടാ. ഇനി ഇതേ നമ്മുടെ ബട്ടർ എടുത്ത് നമ്മളിത് ഇതിലിങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ആഹാ ആഹാ, നല്ല അടിപൊളിയായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബട്ടർ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ എടുത്തിങ്ങനെ തേക്കാനായിട്ട് എളുപ്പമായിരിക്കും. കണ്ട ആയി. അങ്ങനെ മച്ചാന്മാരെ നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് മൊമെൻറ്റ്, നമ്മളുടെ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ദേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ദേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. ആയി. ഓക്കെ മച്ചാന്മാരെ, ഇതേ നമ്മളുടെ എല്ലാ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ ഇതേ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ട്യൂബൊക്കെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കഴുകിയെടുത്താണ് ഉള്ളിൽ. അതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് അത് മുട്ടിയെന്ന് വിചാരിച്ചും യാതൊരു പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ മച്ചാന്മാർ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സൂര്യപ്രകാശം ഓടി നിൽക്കാൻ പറ്റുന്നില്ല മുഖത്തേക്ക് അടിച്ചിട്ട്. സൂര്യപ്രകാശം നേരെ നമ്മളുടെ ഈ ഒരു പാരാബോളിക് ട്രഫ് എന്ന് പറയുന്ന സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് തട്ടിയിട്ട് നേരെ നമ്മളുടെ ഈ ഒരു ട്യൂബിൻ്റെ അടിയിലേക്കായിട്ട് ആ ഒരു ചൂടിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പാരാബോളിക് ട്രഫിന് ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ടാവും. അവിടേക്ക് ആ ചൂട് വന്ന് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇനി നമ്മളുടെ ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് നമ്മുടെ ഫുഡ് വെന്ത് റെഡിയാക്കി കിട്ടാനായിട്ട് പോവാണ്. നമ്മളെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എന്താവും എന്നുള്ള കാര്യമാവും. അപ്പോൾ മച്ചാന്മാരെ ഇതേ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇതേ നമ്മളിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കമ്പി അത്യാവശ്യം നല്ല ചൂടിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിലൊന്നും ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ടൈമൊക്കെ ഒരുവിധം നീണ്ടു പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി ഊരി എടുക്കാനായിട്ട് പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് ഞാനിപ്പോൾ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സാധനം എൻ്റെ പൊന്നോ വല്ലാത്ത മണം കേട്ടോ. ഇത്ര മണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെമ്മീനും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ആ ഒരു ഭാഗത്ത് മുട്ടി നമ്മുടെ ക്യാപ്സിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചൂടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നോക്കി എൻ്റെ പൊന്നോ ഇവിടുത്തെ ഇപ്പം ഇവിടെ ഉള്ളത് മണം സഹിക്കാൻ പറ്റാത്ത മണം കേട്ടോ. കാരണം ഇത്ര നേരം ഈ ഐറ്റംസൊക്കെ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ ഉള്ളിലിരുന്ന് വെന്ത് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഇങ്ങനെ വീശി ഇങ്ങനെ അടിക്കുകയാണ്. ഇപ്പോൾ ഇതേ നമ്മൾ മരത്തുമ്മേം ചെറിയ ചൂടുണ്ടല്ലോ. നീ നോക്കി നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ചുകന്ന് മണമൊക്കെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞൊരു രക്ഷയില്ല സംഭവം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി പ്ലേറ്റിലിട്ടിട്ട് കാട്ടിത്തരാം ഐറ്റം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കമ്പിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ശരിക്കും ഇത് 2ാമത്തെ റൗണ്ട് ചുട്ടതാണ് കേട്ടോ നമ്മളിത് എടുത്ത് വെക്കുന്നത്. ഓക്കെ, അടിപൊളി. നല്ല ചെറിയ ചൂടുണ്ട് കേട്ടോ പാത്രത്തിന്. നോക്കി എന്ത് രസമാണെന്ന് നോക്കിയേ. കണ്ട നിരന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ, എന്ത് രസമായിട്ടിരിക്കണേന്ന് നോക്കിയേ. അമ്പോ കണ്ട. അങ്ങനെ നമ്മളുടെ ഭക്ഷണം നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ്. നമ്മൾ സൂര്യൻ്റെ എനർജി വെച്ച് കുക്ക് ചെയ്ത ഭക്ഷണം. അപ്പോൾ ചെമ്മീൻ പിടിക്കണോ സാധനം പിടിക്കണം, ചെമ്മീനിൽ പിടിക്കുക അല്ലേ. അപ്പോൾ നമ്മളിതേ ചെമ്മീൻ എടുത്തേക്കാണ്. അതിൻ്റെ അറ്റത്ത് ഒരു ചീസൊക്കെ വരുന്നുണ്ട്. ചീസല്ലല്ല, പനീർ. അപ്പോൾ ആദ്യം പനീർ ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് സോസാണ് മോനെ. ചെമ്മീൻ്റെ ആണോ? ചെമ്മീൻ ഊരടാ, സ്റ്റിക്കുമ്പോൾ ഇങ്ങനെ ഊര്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുട്ടൻ വെന്ത് നല്ല പുട്ട് പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടാ ഇത് വലിപ്പം നോക്കിയത്. ഇതാണ് ഇതിൻ്റെ തലാട്ടാ.
തലേക്ക് വീട്ടിൽ കറി വയ്ക്കലാണിത്. അപ്പോൾ അതേ നമ്മൾ ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇനി സോസ് മുക്കി തിന്നാൻ പോവാ. അപ്പോൾ അതേ നമ്മുടെ സോസിൽ സാധനം മുക്കിയിട്ട് ആഹാ അടിപൊളിടാ. കുറച്ചേരം കാത്തിരുന്നാൽ എന്താ അതിനുള്ള മുതലുണ്ട്. നല്ല വില കൊണ്ടിട്ടുണ്ട് മേക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് കഴിക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ മാറും. ആഹാ അടിപൊളി. ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തതിൽ പിടിക്കാം. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ കണ്ട ഈ സാധനമാണ് കഴിച്ചു നോക്കാൻ പോണത്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ സോസിൽ മുക്കിയിട്ട് നോക്കിയിട്ട് മുങ്ങള്ള. അപ്പോൾ നമ്മൾ നല്ല പുട്ട് പോലെയായിട്ട് ചിക്കനൊക്കെ വന്നേക്കണേ. നോക്കി ഞാനൊക്കെ വിചാരിച്ചായിരുന്നു വേവാനായിട്ടൊരു ടൈം എടുക്കുന്നു. പക്ഷേ അധികം സമയം എടുത്തില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി വേവായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാനുള്ള ഐറ്റം എന്തെങ്കിലും നമ്മൾ കൊടുക്കുകയാണ്. നമ്മളിതേ സോസിലൊക്കെ മുക്കി. പ്രവീൺ ഭയങ്കര ഇഷ്ടമാണ് ഈ സോസും ചെമ്മീനൊക്കെ ആയിട്ടുള്ള കോമ്പോ. ഇതൊക്കെ പ്രവീൺ മച്ചാൻ എന്തേ ഇപ്പം കഴിച്ച് പറയും എങ്ങനെയുണ്ട് സാധനം. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. പൊളിയല്ലേ? അടിപൊളിയാണല്ലോ. ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ആഹാ പൊളി സാധനം. അപ്പോൾ മച്ചന്മാരെ നമ്മളുടെ ഇന്നത്തെ സോളാർ കുക്കിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും സംഭവം നമ്മളുടെ M40 ഒരുപാട് സോളാർ കുക്കിംഗ് ടൈപ്പിൽ 1-2 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലും ഇതൊരു വെറൈറ്റി ആണ്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് പോയി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. പലതരം സോളാർ കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു മെത്തേഡാണ് ഇന്ന് കാണിച്ചത്. സക്സസ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ്. വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മുടെ പിള്ളേർ പാവങ്ങൾ ഇത്ര നേരം വെയിലത്തുനിന്ന് പണിയെടുത്ത് എന്താ പറയുക മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുപോയി യൂസ് ചെയ്യുക. നമ്മുടെ എന്താ പറയുക ഫേസിനെ നല്ല രീതിക്ക് കെയർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന നമ്മുടെ മുസ്താക്കിൻ്റെ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് കോംബോ. അപ്പോൾ നമ്മുടെ ഫേസിനൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ഈ ഒരു മുസ്താക്കിൻ്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് കോംബോ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് signing out.